നമസ്കാരം കുട്ടികൾക്കും സുഭാഷാറാണ്. പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് എന്ന് വരും എന്നുള്ളൊരു ചോദ്യം എല്ലാ കുട്ടികളുടെ ഇടയിലും ഇപ്പോൾ ഉണ്ട്. എന്നാണെന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയില്ല. പിന്നെ പല ചാനലുകളും ഉടനെ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇന്ന് അതിന്റെ ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് എന്റെ ഏകദേശം ഒരു കണക്കൂട്ടൽ. ഉടനെ നിങ്ങളത് എത്തിയിരിക്കുകയും ചെയ്യും. ഈ ചാനൽ എല്ലാവരും കറക്റ്റായിട്ട് മറക്കാതെ ഫോളോ ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടനൊക്കെ എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൃത്യമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിരിക്കും. വേണ്ടതുപോലെ നിങ്ങൾക്ക് തീരുമാനിക്കേണ്ട രീതിയിൽ കൂടെ അതുപോലെ ആലോചിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കും. ഓക്കെ, എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്ന ശേഷം നമ്മുടെ മനസ്സിൽ പല കുട്ടികളുടെയും ചിലപ്പോൾ ധാരണകൾ മീൻസ് ഇപ്പൊ നമുക്ക് മാർക്ക് കിട്ടും എന്ന് പ്രതീക്ഷിച്ച ഒരു സബ്ജക്റ്റ് മാർക്ക് കുറഞ്ഞെന്നിരിക്കാം, ഇനി ചിലപ്പോൾ കൂടിയെന്നിരിക്കാം. പല രീതിക്കുള്ള മാർക്കുകളായിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ശ്രദ്ധിച്ച് വേണം. നമുക്കൊരു 3-4 ദിവസം അതിൽ കൂടുതലൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല റിവാലുവേഷനും മറ്റുള്ള കാര്യങ്ങൾക്കും ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. റിവാലുവേഷൻ ഉണ്ട്, സ്ക്രൂട്ടിനി ഉണ്ട്, മീൻസ് സൂക്ഷ്മ പരിശോധന, അതുപോലെ ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുക്കാം. പല രീതിയിൽ കൂടെ നമുക്ക് ഇതിനെ സമീപിക്കാം. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ കൂടുതലും റീവാലുവേഷന് കൊടുക്കുന്ന രീതിയാണ്. അതിന് നിശ്ചിത മാർക്ക് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈസ തിരിച്ചു കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ റീവാലുവേഷൻ നല്ലൊരു മോഡാണ് നിങ്ങളുടെ റിസൾട്ട് വന്നാൽ ഉടനെ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ കേപ്പബിൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ അതിന് എലിജിബിൾ ആണോ എന്നറിയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എഴുതിയ ആ ക്വസ്റ്റ്യൻ പേപ്പർ അതിന്റെ ആൻസർ കീ ഒക്കെ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടുമല്ലോ. നിങ്ങളുടെ മാർക്കുമായിട്ട് നിങ്ങൾ കുറച്ച് നേരം ഒന്ന് സമയം എടുത്ത്, നിങ്ങൾ മാർക്ക് കുറവാണെങ്കിൽ പ്രത്യേകിച്ച് നന്നായിട്ടൊന്ന് നോക്കണം. നിങ്ങൾ എഴുതിയതിനനുസരിച്ച് മാർക്ക് കിട്ടിയിട്ടുണ്ടോ, എവിടെയാണ് സാധ്യത നിങ്ങളുടെ മാർക്ക് പോകാൻ. ഇപ്പൊ നമ്മുടെ ആൻസർ കീ ഒക്കെ നോക്കി എന്തെങ്കിലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ആൻസർ കീ നോക്കണം, നിങ്ങളുടെ മാർക്കും പറയണം. മാർക്ക് വരാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ മാർക്ക് വന്ന ശേഷം നിങ്ങൾ ചെയ്യേണ്ട കൃത്യമായിട്ടുള്ള കാര്യം പറയുന്നത്, നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന മാർക്കും പക്ഷേ മാർക്ക് കിട്ടിയതും തമ്മിലുള്ള അന്തരം മീൻസ് ഡിഫറൻസ്, ആ ഡിഫറൻസിനെ നിങ്ങൾ നോക്കുമ്പോൾ ഒത്തിരി വ്യത്യാസമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റിവാലുവേഷൻ കൊടുത്തിരിക്കണം. അതിനുവേണ്ടി നിങ്ങൾ ആൻസർ കീയുമായിട്ട് ഒന്ന് ഒത്തു നോക്കിയെങ്കിലേ ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ നിങ്ങൾ ആൻസർ കീ ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. നിങ്ങൾ നല്ലതായിട്ട് ഒരു വർഷത്തെ ആ പ്രാക്ടീസ് കിട്ടിയതുകൊണ്ട് പ്ലസ് 1 കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യാതെ നമ്മൾ പലരുണ്ട് ചെറിയ മാർക്കുകളിൽ കൊടുക്കാൻ പോകുന്നില്ല കേട്ടോ. അങ്ങനെയല്ല, നിങ്ങൾക്ക് കൊടുത്താൽ മിക്കപ്പോഴും മാർക്ക് കൂടുതൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് റിവാലുവേഷനിൽ കേട്ടോ. അതുകൊണ്ട് ഒരിക്കലും മാർക്ക് കൊടുക്കാതിരിക്കല്. ഒരുവിധം വ്യത്യാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ റിവാലുവേഷന് കൊടുത്തിരിക്കണം. നെക്സ്റ്റ് പിന്നെ ഈ സ്ക്രൂട്ടിനി ഒത്തിരി പേര് ചെയ്യാറില്ല. സൂക്ഷ്മ പരിശോധനയാണ് ഒന്നുകൂടെ സൂക്ഷ്മ പരിശോധനയെന്നേ ഉള്ളൂ. ഇതെല്ലാം ഇപ്പൊ ടീച്ചേഴ്സ് എല്ലാം ഇതിന്റെ കണ്ടിന്യൂഷൻ അവിടെ വാലുവേഷൻ ഉള്ളതുകൊണ്ട് ഇതൊക്കെ ഉടനെ നടത്തി പോകാൻ വേണ്ടി ധൃതി പിടിച്ചിരിക്കുകയാണേ. അവർക്ക് ഈ വർഷം ഇത്തിരി ഏറെ ബർഡൻ ആയിട്ടുണ്ട്. കാരണം കുറെ വർക്കുകൾ ഒരുമിച്ച് വന്നുകൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർക്ക് 2 ടൈമായിട്ടായിരുന്നു, 2 സെഷനായിരുന്നു പ്ലസ് 1 ഇംപ്രൂവ്മെന്റ് മാത്രവും, ബാക്കിയെല്ലാം അവസാനവും. പക്ഷെ ഈ വർഷം അങ്ങനെയല്ല, ഇതെല്ലാം കൂടെ ഒരുമിച്ചായതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും അവര് നല്ല രീതിയിൽ കൂടെ നോക്കി ഇതിനെ കംപ്ലീറ്റ് ചെയ്ത് വിടുന്നുണ്ട്. എന്തായാലും ഇംപ്രൂവ്മെന്റിന് കുട്ടികൾക്ക് അത്ര മാർക്ക് കുറയാനുള്ള സാധ്യത കുറവാണ്. ഒരുവിധമൊക്കെ തരും. എന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണമെന്നില്ലല്ലോ. പർട്ടിക്കുലർ ആയിട്ട് ചില കുട്ടികൾക്കൊക്കെ മാർക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചതിനേക്കാളും കുറഞ്ഞിരിക്കാം. ഉറപ്പായിട്ട് നിങ്ങളതിന് ഏറ്റവും നല്ലത് ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് വരുമ്പോൾ റീവാലുവേഷൻ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. മാർക്ക് കിട്ടിയാലും നമുക്ക് പ്രയോജനമുണ്ട്, പൈസ കൊടുക്കുന്നത് തിരിച്ചു കിട്ടുകയും ചെയ്യും. മറ്റുള്ളവർക്ക് നമുക്ക് അത്രയും പ്രയോജനങ്ങൾ കുറവായിരിക്കും. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതായിരിക്കണം ആദ്യം ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കും നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്ന മാർക്കും തമ്മിലുള്ള അന്തരം ഒത്തിരി ആണെങ്കിൽ, ആ ഡീവിയേഷൻ വളരെ വലുതാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ റിവാലുവേഷൻ കൊടുക്കുക. അതിനുവേണ്ടി കുറച്ച് സമയം എടുക്കണം. അല്ലാതെ ഉടനെ അങ്ങ് തീരുമാനിക്കാനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. ഇച്ചിരി സമയം എടുത്ത് 1-2 ദിവസത്തിനുള്ളിൽ സമയം എടുത്ത് പതുക്കെ ആലോചിച്ച് വേണം ചെയ്യാൻ. ഓക്കെ, എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ മാർക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. റിസൾട്ട് വരുന്ന ദിവസം എപ്പോഴാണോ അതിന് തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയും. അതുപോലെ റിസൾട്ട് വന്നു കഴിഞ്ഞാലുള്ള ചെയ്യേണ്ട കാര്യങ്ങളും കൃത്യമായിട്ട് അന്നേരവും ഒന്ന് പറയും. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബെസ്റ്റ് വിഷസ്. ഗുഡ് ബൈ.